ഈ പറയുന്ന സിഖ് റെജിമെൻറ്റുമായി ബന്ധപ്പെട്ട റിച്വൽസ് എന്ന് പറയുന്നത് സിഖ് റെജിമെൻ്റാണ്, 3rd കാവലറി യൂണിറ്റാണ് അതുമായി ബന്ധപ്പെട്ട്. അതിനകത്തൊരു സിഖ് ഗുരുദ്വാരയുണ്ട്. അപ്പം അതിനകത്ത് അവിടം വരെ ട്രൂപ്പിനെ കൊണ്ടുപോകും, അതിൻ്റെ എൻട്രൻസ് വരെ. പക്ഷെ അതിനകത്ത് കയറിയിട്ട് പൂജയും പരിപാടിയും ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കോർട്ട് മാർഷൽ ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ സർവീസ് ടെർമിനേറ്റ് ചെയ്യുന്നു. അദ്ദേഹം അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഡൽഹി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നു, ഡിസ്മസ് ചെയ്യുന്നു, അത് അപ്ഹോൾഡ് ചെയ്യുന്നു. സുപ്രീം കോടതി വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ ഈ പറയുന്ന ലെഫ്റ്റനൻറ്റ് സാമുവൽ കമലേഷൻ അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ തള്ളുന്നു. പിന്നെ അതിനെപ്പറ്റി വാചാലമായിട്ട് കോർട്ട് പറയുന്ന ജഡ്ജ്മെൻറ്റും സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പം പറയുന്നത് ഇന്ത്യൻ ആർമി സെക്യുലറാണോ നോൺ സെക്യുലറാണോ, ഇതാണ് ചോദ്യം ഉണ്ടായിരിക്കുന്ന സംഭവം. അപ്പം പല ആൾക്കാരും മലയാളത്തിൻ്റെ ചില യൂട്യൂബ് ചാനലൊക്കെ പറയുന്നത് ഇതൊക്കെ ആദ്യമായിട്ടുണ്ട്. ഇത് ആദ്യമൊന്നുമല്ല. ഇന്ത്യൻ ആംഡ് ഫോഴ്സിൽ ഇത് പല സമയത്തും പല കമ്മ്യൂണിറ്റിയിലുള്ളവരും അതായത് ഇതിനെ എതിർത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിലൊക്കെ ഇത് വന്നിട്ട് അങ്ങ് പോയി. ഇപ്പോൾ ഡിജിറ്റൽ എറയാണ്, ഇതിന് കൂടുതൽ ഫ്ലയറപ്പ് കിട്ടി, ഇതിന് മച്ച് മോർ ആൾക്കാർ ഇതിനെപ്പറ്റി വായിക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ ഒരു ഡിഫൻസ് ഫാമിലിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഈ തെഹൽക്കയുമായി ബന്ധപ്പെട്ടും മറ്റുള്ള പല കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ പല കോർട്ട് മാർഷൽ പ്രൊസീഡിങ്സുമായിട്ട് ഇന്ത്യയിലെ പല കന്റോൺമെൻറ്റിലും പോയിട്ടുണ്ട്. ബിസിനസ്സാണ്, അക്യൂസ്ഡ് അല്ല, ബിസിനസ്സായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ കന്റോൺമെൻറ്റിനകത്ത് അപ്പോൾ അതിനകത്ത് താമസിക്കാൻ ഓഫീസേഴ്സ് മെസ്സാണ് ഇവർ തരുന്നത്. അപ്പം അതിന് ഈ പറയുന്ന കന്റോൺമെൻറ്റിനകത്ത് ക്രിസ്ത്യൻ പള്ളികളുണ്ട്, ക്രിസ്ത്യൻ സ്കൂളുകളുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ അവരുടെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ കന്റോൺമെൻറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്പലങ്ങളുണ്ട്. പക്ഷേ അമ്പലങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പള്ളികളാണുള്ളത്. കാരണം പണ്ട് ബ്രിട്ടീഷ് ആർമി അത് ഫോളോ ചെയ്തതിൻ്റെ പേരിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അത് പൊളിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും അത് പല പല ക്രിസ്ത്യൻ ഓർഗനൈസേഷനും ക്രിസ്ത്യൻ സഭകളും ഈ പള്ളികളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്. ഈ കാരണം പല ആൾക്കാരും പറഞ്ഞു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനും ആ രീതിയിൽ പോകാൻ സമ്മതിക്കത്തില്ല. ഇത് പൂർണ്ണമായി ഹിന്ദു രീതിയിലും, ഗുരുദ്വാര എന്ന് പറയുന്ന ഹിന്ദുവായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാദ്യം മനസ്സിലാക്കുക. സിഖ് ഗുരുദ്വാര എന്ന് പറയുന്ന സിഖ് റെജിമെൻ്റ് എന്ന് പറയുന്നതും അതുമായിട്ട് ഹിന്ദുവായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യാതൊരു ബന്ധവുമില്ല. കാരണം പ്രത്യേക റിലീജിയനായത്.